ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് 8, 9 ക്ലാസ്സുകളിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോർഷന്റെ കണ്ടിന്യൂവേഷൻ ആണ് റിയൽ നമ്പർ എന്ന ഈ ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണ്. 1, 2 കൗണ്ടഡ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട്, അതും കൂടുതൽ ഇൻഡയറക്റ്റ് അല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ. കുറച്ച് കാര്യങ്ങൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർത്തിരുന്നാൽ മാത്രം മതി എല്ലാ ക്വസ്റ്റ്യൻസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം അൽഗോരിതം. അൽഗോരിതം എന്ന് പറയുന്നത് ഈസ് എ സീരീസ് ഓഫ് വെൽ ഡിഫൈൻഡ് സ്റ്റെപ്സ് വിച്ച് ഗീവ്സ് എ പ്രൊസീജിയർ ഫോർ സോൾവിംഗ് എ പ്രോബ്ലം. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാം ഒക്കെ എഴുതുന്നവർ ചെയ്യുന്ന അതേ മെത്തേഡ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ വിത്ത് റീസൺ അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതി ഒരു ആൻസർ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ്, ആ ഒരു രീതി, അതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കുന്നത്. അടുത്തത് ലിമ, വിച്ച് ഈസ് എ പ്രൂവൺ സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഫോർ അനദർ സ്റ്റേറ്റ്മെന്റ്. അപ്പോ ഈ ലിമ എന്ന് പറയുന്നത് ആൾറെഡി പ്രൂവ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും, പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും ഫോർ പ്രൊവൈഡിങ് അനദർ സ്റ്റേറ്റ്മെന്റ്. മറ്റൊരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഈ അൽഗോരിതം എഴുതുന്നതിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെപ്പ് അത് ആൾറെഡി പ്രൂവ് ചെയ്തതായിരിക്കും. അതിനെയാണ് നമ്മൾ ലിമ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയി പഠിക്കാനുള്ളത് യൂക്ലിഡ്സ് ഡിവിഷൻ ലിമയാണ്. യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ എന്ന് പറഞ്ഞാൽ ഫോർ എനി 2 പോസിറ്റീവ് ഇന്റിജേഴ്സ് a, b, there exists unique whole number q and r such that a is equal to bq plus r where a less than or equal to r less than b. ഡിവിഷനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിവിഷന്റെ കാര്യത്തില് ഡിവിഡന്റ്, ഡിവിസർ, കോഷ്യന്റ്, റിമൈൻഡർ, ഈ 4 കാര്യങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. a is equal to bq plus r. അതായത് ഡിവിഡന്റ് ഏത് നമ്പറിനെയാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പറിനെയാണോ നമ്മൾ ഡിവിഡന്റ് എന്ന് പറയുന്നത്. ബി ഇസ് ദ ഡിവിസർ, ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് ഡിവിസർ എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് ക്വഷ്യന്റ്, ദ ആൻസർ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. ആർ ഈസ് ദ റിമൈൻഡർ, അവസാനം കിട്ടുന്ന ശിഷ്ടം, അതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ 8, 9 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നാച്ചുറൽ നമ്പർ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1, 2, 3 എന്ന് പറഞ്ഞു പോകുന്ന നാച്ചുറൽ നമ്പർ, ഓൾ നമ്പേഴ്സ് 0, 1, 2, 3 എന്ന് പറഞ്ഞു പോകുന്ന നമ്പറുകള്, പോസിറ്റീവ് നെഗറ്റീവ് നമ്പറുകള്, പോസിറ്റീവ് നെഗറ്റീവ് നമ്പറുകള്, പിന്നീട് റാഷണൽ നമ്പർ, നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q. പിന്നീട് വരുന്നത് √2, √3 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പറുകൾ. ഈ നമ്പറുകളെല്ലാം കൂടി ചേരുന്നതാണ് റിയൽ നമ്പേഴ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത്തരത്തിലുള്ള നമ്പറുകളെ കുറിച്ചെല്ലാം പഠിക്കും. അങ്ങനെയാണെങ്കിൽ ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 4 ടെസ്റ്റിന്റെ പേജ് നമ്പർ 4 ഈ ഡിവിഷൻ ലിമ പ്രൂവ് ചെയ്യുന്നതിന്റെ അൽഗോരിതം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല, ടെസ്റ്റിൽ നോക്കി അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. അത് തന്നെയാണ് നമ്മളിവിടെ എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 25നെ ഡിവൈഡ് ചെയ്യണം 4 കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 25നെ നമ്മൾ ഡിവിഡന്റ് എന്ന് വിളിക്കും. ഡിവിഡന്റ് ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത്. 4നെ നമ്മൾ ഡിവിസർ എന്നാണ് വിളിക്കുക. ഡിവിസർ, ഡിവൈഡ് ചെയ്യുന്ന നമ്പർ. ഇനി ഈ 25നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം വിത്ത് 4. 6 times 4 24. റിമൈൻഡർ ഈസ് 1. അപ്പൊ ഇവിടെയുള്ള ഈ 6നെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഷ്യന്റ്. 1 is the remainder. 4 വേർഡ്സ് ആണുള്ളത്: ഡിവിഡന്റ്, ഡിവിസർ, കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ ഈ 25നെ അല്ലെങ്കിൽ ഡിവിഡന്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡിവിസർ ഇൻറ്റു കോഷ്യന്റ് വിച്ച് ഈസ് 6, കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവിഡന്റ് ഇവിടെ 25 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദ ഡിവിസർ 4 ഇൻറ്റു കോഷ്യന്റ് വിച്ച് ഈസ് 6. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റിമൈൻഡർ 1 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 25 കിട്ടും. അതാണ് ഇവിടെ ഈ എഴുതിയിരിക്കുന്ന a is equal to bq plus r. അപ്പൊ ഏതൊരു നമ്പറിനെയും നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. ഇത് തന്നെയാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ റിമൈൻഡറിനെ നമുക്കൊന്ന് നോക്കാം. റിമൈൻഡർ എന്ന് പറയുന്നത് എപ്പോഴും ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവിസർ ഏതാണോ അതിനേക്കാൾ കുറഞ്ഞ ഒരു നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് 4 ആണ് ഇവിടെയുള്ള ഡിവിസർ. ആ ഡിവിസറിനേക്കാൾ സ്മാളർ നമ്പർ ആയിരിക്കും റിമൈൻഡർ ആയി വരുന്നത്. കാരണം ആ നമ്പറിന് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 6ന് പകരം 7 എഴുതി നമുക്ക് ക്വഷ്യന്റിനെ ഒന്നുകൂടി കൂടുതലാക്കി എഴുതാം. ഇനി 4ൽ കുറഞ്ഞ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 26 നമുക്ക് ഡിവൈഡ് ചെയ്യാം 4 കൊണ്ട്. 6 times 24 റിമൈൻഡർ ഈസ് 2. അപ്പൊ അവിടെ നമുക്ക് റിമൈൻഡർ കിട്ടിയത് 2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 4. ഇനി നമുക്ക് 27നെ ഡിവൈഡ് ചെയ്യാം 4 കൊണ്ട്. 6 times 24 റിമൈൻഡർ ഈസ് 3. അപ്പൊ ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടിയത് 3 ആണ്, ലെസ് ദാൻ 4. ഇനി 28നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 7 times 28 റിമൈൻഡർ ഈസ് 0. അപ്പോ ഇവിടെ റിമൈൻഡർ കിട്ടിയത് 0 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 4. അപ്പോ ഇവിടെ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഡിവിസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഉറപ്പായും തീർച്ചയായും അത് 4നേക്കാൾ, ഇവിടെ 4 ആണ് 4 ആണ് ഡിവിസർ എങ്കിൽ ലെസ് ദാൻ 4 ആയ ഒരു നമ്പർ ആയിരിക്കും. അത് മേ ബി ഈക്വൽ ടു 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം. ഒരിക്കലും അത് 4 ആകില്ല, 5 ആകില്ല. അതിനേക്കാൾ വലിയ ഒരു നമ്പറോ ഈക്വലായി വരുന്ന ഒരു നമ്പറോ ആകില്ല. അതായത് 4 ആകില്ല, 5, 6 ഇങ്ങനെ വരുന്ന വലിയ നമ്പറുകളും ആകില്ല. അതിൽ ചെറിയ ഒരു നമ്പറോ അതർവൈസ് 0 ആയിരിക്കും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവിസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ. അതിനെ തന്നെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. എ ബി എന്നീ രണ്ട് നമ്പറുകൾ എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഡിവിഡന്റ്, ബി എന്ന് പറയുന്നത് ഡിവിസർ. എയും ബിയും രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ക്വഷ്യന്റ് ആണ്, റിമൈൻഡർ ഈസ് ആർ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന ഫോമിൽ എഴുതാം. ഇവിടെ 25 ഈസ് ഈക്വൽ ടു 4 into 6 plus 1 എന്ന ഫോം. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. അതിനർത്ഥം ഇതാണ്, ഇവിടെ കിട്ടുന്ന റിമൈൻഡർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആകാം. അതായത് 4 കൊണ്ടാണ് 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഇത്രയും നമ്പറുകളെ ആകൂ. അതിൽ വലിയൊരു നമ്പറോ 4ഓ ഇവിടെ കിട്ടില്ല. ഇനി നമുക്ക് എക്സർസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സർസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 1. അതിലൊരു 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF. 2 നമ്പർ വീതമാണ് തന്നിരിക്കുന്നത്. ആ നമ്പറുകളുടെ HCF യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഇതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 2 നമ്പർ കിട്ടിയാൽ ആ നമ്പറുകളിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, അപ്ലൈയിങ് ദ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ to 225 and 135. ഈ 2 നമ്പറിൽ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം അല്ലെങ്കിൽ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഒന്ന് അപ്ലൈ ചെയ്താൽ അതിൽ വലിയ നമ്പറായി വരുന്നത് 225 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം 225 ഗ്രേറ്റർ ദാൻ 135. അതർവൈസ് 135 ലെസ് ദാൻ 225. രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 225 ഡിവൈഡഡ് ബൈ 135 ആണ്. അത് ഇവിടെ നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന ഫോമിൽ എഴുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മാറ്റി 225നെ 135 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു തവണ 135, റിമൈൻഡർ 0, 9, 90 ആണ് നമുക്ക് ഇവിടെ കിട്ടിയ റിമൈൻഡർ. ഇതിനെ നമുക്ക് അറിയാവുന്ന എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന ഫോമിൽ എഴുതിയാൽ 225നെ 135 into 1 അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന്റെ കൂടെ പ്ലസ് റിമൈൻഡർ കൂടി ആഡ് ചെയ്താൽ നമുക്ക് 225 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 0 അല്ല. അതിനർത്ഥം 225നെ വിത്തൗട്ട് റിമൈൻഡർ അല്ലെങ്കിൽ റിമൈൻഡർ 0 ആകത്തക്ക വിധത്തിൽ 135 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി വെക്കും, 90 നോട്ട് ഈക്വൽ ടു 0. 90 0ക്ക് ഈക്വൽ അല്ല. Therefore, again applying the Euclid's division lemma to 135 and 90. 135നും 90ക്കും ഈ ചെയ്ത അതേ സ്റ്റെപ്പുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം,
135 is equal to, വീണ്ടും നമ്മൾ 135നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, is equal to 1 time 90, remainder is 45. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ എഴുതാം, 90 into 1 plus remainder 45. വീണ്ടും നോക്കുക, റിമൈൻഡർ ഇവിടെ 45 ആണ്, which is not equal to 0. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതുന്നു, 45 is not equal to 0. അങ്ങനെയാണെങ്കിൽ again 90, 45 ഈ രണ്ട് നമ്പറുകളിൽ വീണ്ടും നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, therefore വീണ്ടും again applying the Euclid's division lemma to 90 and 45. ഇവിടെ 90 is equal to നമുക്ക് ഇങ്ങനെ എഴുതാം, 90യെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 times 90, remainder is 0. 90യെ നമുക്ക് 45 into 2 plus remainder is 0. ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടിയത് 0 ആണ്. അപ്പോ റിമൈൻഡർ 0 കിട്ടുന്നത് വരെ ഈ ഡിവിഷൻ ലിമ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. റിമൈൻഡർ 0 കിട്ടിയാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി വെക്കാം, ഹിയർ റിമൈൻഡർ is equal to 0. റിമൈൻഡർ 0 ആയി കിട്ടി. therefore HCF of 135 and 225 is equal to, അവിടെ ഏതാണ് ആൻസർ എന്ന് ഇതിൽ നിന്നും കണ്ടുപിടിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ലാസ്റ്റ് ഡിവൈഡ് ചെയ്ത നമ്പർ എത്രയാണോ ആ നമ്പർ ആണ് ഈ രണ്ട് നമ്പറുകളുടെ HCF ആയിട്ട് നമുക്ക് എഴുതാനുള്ളത്. നമുക്ക് എഴുതി വെക്കാം 45. അപ്പോ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എടുത്തെഴുതുന്നതിന്റെ ഓർഡർ അതായത് BQ plus R എന്നുള്ള ഓർഡർ തെറ്റാൻ പാടില്ല. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ തന്നെ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ 90യെ നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം ആൻസർ 2 കിട്ടി. അതുകൊണ്ട് 2 അല്ല ഇവിടെയുള്ള HCF, ആ 2 ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതുന്നതിന് വേണ്ടി മാത്രമാണ്. റിമൈൻഡർ 0 കിട്ടി. ഈ നമ്പർ അല്ലെങ്കിൽ ഇവിടെയുള്ള ഡിവിസർ ആണ് ഫൈനൽ ആൻസർ ആയ 45. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 196 and 38,220. ഇവിടെ നമുക്ക് സെയിം സ്റ്റെപ്പ് തന്നെ എഴുതി വെക്കാം, അപ്ലൈയിങ് Euclid's division lemma to 196 and 38,220. ഇതിൽ വലിയ നമ്പർ ഏതാണെന്ന് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെക്കാം, 196 less than 38,220. ഇനി നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാം. 38,220യെ 196 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 times 196, സബ്ട്രാക്ട് ചെയ്യാം, 182, നെക്സ്റ്റ് നമ്പർ 2, 9 times 1764, മൈനസ് ചെയ്യുന്നു, 98, ലാസ്റ്റ് 0, 5 times 980, റിമൈൻഡർ is 0. അപ്പൊ ഇവിടെ 38,220യെ 196 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതി വെക്കാം, 38,220 is equal to 196 into 195 plus 0. അപ്പൊ ഇവിടെ 0 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. റിമൈൻഡർ is equal to 0. റിമൈൻഡർ 0 ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഡിവിസർ ഏതാണോ, ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ആയിരിക്കും ഇവിടെയുള്ള HCF. അപ്പൊ നമുക്ക് ആൻസർ എഴുതി വെക്കാം, therefore HCF of 196 and 38,220 is equal to 196. ഈ രണ്ട് നമ്പറില് ഡിവിസർ വേണം ആദ്യം എഴുതാൻ. ഈ നമ്മൾ നേരത്തെ പഠിച്ച A is equal to BQ plus R എന്ന ഫോമില് ഇതില് B എന്ന് പറയുന്നതാണ് ഈ ഡിവിസർ, Q എന്ന് പറയുന്നത് ക്വഷ്യന്റ് ആണ്. അതുകൊണ്ട് ആൻസറിൽ 195 എന്ന് എഴുതി വെക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാകാതെ കറക്റ്റ് ആയിട്ട് എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ, 867 ആൻഡ് 255. വലിയ നമ്പർ 867 ആണ്, അതിനെ 255 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സ്റ്റെപ്പിങ്ങിന് എഴുതാം, അപ്ലൈയിങ് യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ. ഇവിടെ 867 ഗ്രേറ്റർ ദാൻ 255 എന്നോ തിരിച്ചു വേണമെങ്കിലും എഴുതാം. എങ്ങനെയാണെങ്കിലും ആ ലോജിക്ക് തെറ്റാൻ പാടില്ല എന്ന് മാത്രം. ഇവിടെ നമ്മൾ എഴുതി വെക്കുന്നു 867 is equal to, അതിനെ ഇനി നമ്മൾ A is equal to BQ plus R എന്ന ഫോമിലാക്കിയാൽ 867നെ 255 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 times 765, സബ്ട്രാക്ട് ചെയ്യുന്നു 102. അപ്പൊ ഡിവൈഡ് ചെയ്തതിൽ നിന്നും ആദ്യം നമുക്ക് ഡിവിസറിനെ എഴുതാം, 255 into quotient 3 plus remainder is 102.
ഇവിടെ റിമൈൻഡർ 0 അല്ല, ദാറ്റ് മീൻസ് 102 നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്ലൈയിങ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ ടു 255 ആൻഡ് 102. ഈ റിമൈൻഡറും ഡിവിസറും ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ക്വഷ്യന്റിനെ ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അത് തെറ്റിപ്പോകരുത്. ആ ഒരു ഓർഡർ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ 255നെ നമുക്ക് 102 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ടൈംസ് 204 മൈനസ് ചെയ്യുന്നു 51. 255നെ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു 102 വിച്ച് ഇസ് ദ ഡിവിസർ ഇൻറ്റു ക്വഷ്യന്റ് 2 പ്ലസ് ദ റിമൈൻഡർ 51. ഇവിടെയും 51 നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ അഗൈൻ പ്രൊസീജിയർ ഇസ് കണ്ടിന്യൂയിങ്. അപ്ലൈയിങ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ ടു 102 ആൻഡ് 51. അവിടെ 102 ഈസ് ഈക്വൽ ടു 102നെ അഗൈൻ ഡിവൈഡിങ് ബൈ 51 ടു 102 റിമൈൻഡർ ഇസ് 0. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 51 ഇൻറ്റു 2 പ്ലസ് 0. ഇവിടെ റിമൈൻഡർ 0 ആണ്. ഇവിടെയുള്ള ഫൈനൽ ഡിവിസർ 51. അതാണ് ഈ രണ്ട് നമ്പറിന്റെയും HCF. ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, therefore the HCF of 867 and 255 is equal to 51. അപ്പൊ ഇത് ഈ ഒരു ഓർഡർ ഓർത്തിരുന്നാൽ മാത്രം മതി. പിന്നെ ഡിവിഷനും തെറ്റാതെ ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഇപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക.